കെ രാജാവ് അശ്വപതി ഉദ്യാനത്തിൽ പത്നിയോട് തിരിക്കുകയായിരുന്നു. ആ സമയത്ത് 2 കിളികൾ എന്തോ സംസാരിച്ചു. ഇത് കേട്ട ഉടനെ തന്നെ രാജാവ് പ്രതികരിച്ചു. കാരണം അദ്ദേഹത്തിന് കിളികളുടെ ഭാഷ വശമായിരുന്നു. ഇത് കണ്ടുകൊണ്ട് പത്നി ചോദിച്ചു, എന്താ അവർ പറഞ്ഞത്? ഇദ്ദേഹം മറുപടി പറഞ്ഞു, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു. അതല്ല, എന്നോട് പറയാൻ വയ്യേ, എനിക്കറിയണമത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതറിയേണ്ട കാര്യമില്ല, ഞാനത് പറയുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും നിർബന്ധിച്ചു. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞു. വേഗം ഇവർ ശുണ്ഠിയോട് കൂടിയിട്ട് പറഞ്ഞു, തല പൊട്ടിത്തെറിക്കട്ടെ, എനിക്കെന്തായാലും അതെന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു. അത് കേട്ടതോടുകൂടി രാജാവിന് കലശലായ ദേഷ്യം വന്നു. ആ നിമിഷം തന്നെ അവരെ അവരുടെ പിതാവിൻ്റെ ഗൃഹത്തിലേക്ക് അയക്കുകയും ചെയ്തു. അപ്പോഴും നമ്മുടെ കുഞ്ഞ് കൈകേയി ഉണ്ടല്ലോ, പാല് കുടിക്കുന്ന പ്രായമാണ്. അന്ന് മുതൽ കൈകേയി അമ്മയെ കണ്ടിട്ടില്ല, അമ്മയുടെ ലാളനം അനുഭവിച്ചിട്ടില്ല, സ്നേഹം അനുഭവിച്ചിട്ടില്ല. ആ ദിവസം മുതൽ, അമ്മ കൊട്ടാരത്തിൽ നിന്ന് പോയ ആ ദിവസം മുതൽ അതിനെ വളർത്തിയത്, ആ കുഞ്ഞിനെ വളർത്തിയത്, അതിനെ സ്നേഹിച്ചത്, അതിനെ ലാളിച്ചത് ഒക്കെ നമ്മുടെ മന്ധരയാണ്. വേണ്ട സമയത്ത് ഭക്ഷണം കൊടുക്കുകയും പാല് കൊടുക്കുകയും എല്ലാം ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തി. അതുകൊണ്ട് ശരിക്കും മന്ധരയ്ക്ക് കൈകേയിയുടെ, വളർത്തമ്മയുടെ എന്ന് വേണ്ട അമ്മയുടെ സ്ഥാനം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദശരഥ മഹാരാജാവ് വിവാഹം കഴിച്ചപ്പോൾ കൂടെ മന്ധരയെയും കൂടി നമ്മുടെ അയോധ്യയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ പിന്നെ ആ മന്ധരയ്ക്ക് കൈകേയിയിലുള്ള ആധിപത്യം, അല്ലെങ്കിൽ കൈകേയിക്ക് മന്ധര പറയുന്നതിനപ്പുറത്തേക്ക് പോകാൻ തോന്നുമോ? കാരണം മന്ധര ദാസി മാത്രമല്ല, സ്വന്തം അമ്മയെപ്പോലെയാണ് കൈകേയി കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ രാമായണം ഈ വിധത്തിലായത്.